ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ കഥ ഏതുവരെ എത്തി? ഏത് പാഠം എടുക്കണത്? ആദ്യത്തെ ചിലന്തി അല്ലേ? മനോഹരമായ ഒരു ഗ്രീക്ക് കഥയാണത്. അരാഗിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അഹങ്കാരത്തിന്റെ കഥയാണ്. അവളുടെ അഹങ്കാരം പരീക്ഷിക്കാനായിട്ട് അദിനി ദേവി അവളുടെ സമീപത്ത് വരുന്നതാണ് പറഞ്ഞു തന്നിരുന്നത് അല്ലേ? നല്ല ചിത്രകലയായിരുന്നു അവൾക്ക്. തുണികളിൽ അതിമനോഹരമായ ചിത്രങ്ങൾ നെയ്തിരുന്നു. പല രാജ്യത്തു നിന്നും അവളുടെ ചിത്രകല കാണാൻ ആൾക്കാർ വന്നിരുന്നു. അവളുടെ അടുത്ത് വരുന്ന ആൾക്കാർ, അവളെ അഭിനന്ദിക്കുന്ന ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൊടുക്കും. അവളെ താഴ്ത്തി പറയുന്നവർക്ക് അവരെ അവിടെ നിന്ന് ഓടിപ്പിക്കും, ഒന്നും കൊടുക്കില്ല. അപ്പൊ നല്ലത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അരാഗിനി അല്ലേ? പാഠഭാഗം എല്ലാവരും വായിച്ചില്ലേ? വായിച്ചു അല്ലേ? ഇപ്പോ ഈ ഗ്രീക്ക് കഥയിൽ പറയുന്ന പെൺകുട്ടിയുടെ പേരെന്താണ്? അരാഗിനി. ഏത് ദേവിയാണ് പരീക്ഷിക്കാൻ വരുന്നത്? അദിനി ദേവി. ഇവർ രണ്ടുപേരും കൂടി ഒരു മത്സരത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഭാഗത്ത് വെച്ചായിരുന്നു നമ്മളെ പാഠഭാഗം അവസാനിപ്പിച്ചത്. എന്തായി ഇവരുടെ മത്സരം എന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 16 എടുത്തോളൂ. പാഠം 4 ആദ്യത്തെ ചിലന്തി. അതിലെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നൂലും സൂചിയും കൊണ്ടുവരും, നമുക്ക് തയ്ച്ചു തുടങ്ങാം. അവിടെ വെച്ചായിരുന്നു മത്സരത്തിന്റെ മുൾമുനയിൽ വെച്ചായിരുന്നു നമ്മൾ പാഠം അവസാനിച്ചു നിർത്തിയത്. രണ്ടുപേരും മത്സര തയ്യൽ ആരംഭിച്ചു. രണ്ടുപേരും മത്സരിച്ചുള്ള ഈ തയ്യൽ ആരംഭിച്ചു. അദിനി ദേവി വർണ്ണോജ്വലമായ ദേവരൂപങ്ങൾ തയ്ച്ചു. അദിനി ദേവി എന്താണ് ചെയ്തത്? വളരെ മനോഹരമായ, വർണ്ണോജ്വലമായ, നല്ല പ്രകാശമുള്ളതായ, നല്ല ഭംഗിയുള്ളതായ ദേവരൂപങ്ങൾ ആര് വരച്ചു? അദിനി ദേവി വരച്ചു. സ്യൂസ് ദേവൻ മധ്യത്തിൽ നിൽക്കുന്നു. അദിനി മറ്റുള്ള ദേവിമാരും ചിത്രത്തിലുണ്ട്. ജീവൻ തുടിക്കുന്ന ചിത്രം. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകൾ മഞ്ചി. അദിനി ദേവി വർണ്ണോജ്വലമായ ചിത്രങ്ങൾ വരച്ചു. അതേസമയം ആരുടെ ചിത്രമാണ് നടുക്ക് വെച്ചിരിക്കുന്നത്? ദേവന്മാരുടെ ദേവനായ സ്യൂസ് ദേവന്റെ ചിത്രമാണ് നടുക്ക് വെച്ചിരിക്കുന്നത്. പിന്നെയോ അദിനി ദേവിയുടെ ചിത്രങ്ങളുണ്ട്, മറ്റു ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകൾ മഞ്ചി. മഞ്ചി എന്ന് പറഞ്ഞാൽ പ്രകാശം, വളരെ ശോഭിച്ചു. എല്ലാവരുടെ കണ്ണുകൾ ഇത്രയും മനോഹരമായി വരച്ചതാണോ എന്ന് വിചാരിച്ച് എല്ലാവരും അതിശയത്തോടുകൂടി നോക്കി. അരാഗിനി ദേവന്മാരെ കുരങ്ങന്മാരായും കഴുതകളായും ചിത്രീകരിച്ചു. അരാഗിനി വരയ്ക്കുന്ന ചിത്രത്തിൽ എന്തായിരുന്നു? ആ തയ്യുന്ന തുണിയിലെ എങ്ങനെയാണ് വരച്ചത്? ദേവന്മാരെ ആരായിട്ടാണ് വരച്ചത്? കുരങ്ങന്മാരും കഴുതകളുമായി ചിത്രീകരിച്ചു. അരാഗിനി സ്വന്തം രൂപം സുന്ദരമായി മധ്യഭാഗത്ത് വരച്ചു. സ്വന്തം രൂപം വളരെ മനോഹരമായി സുന്ദരിയായ സ്ത്രീയായിട്ട് ആ ചിത്രത്തിൽ മധ്യത്തിൽ വരച്ചു. ദേവീ ദേവന്മാരുടെ ചിത്രം ആരൊക്കെയായിട്ടാണ് വരച്ചത്? കുരങ്ങന്മാരും കഴുതകളുമായിട്ട് ചിത്രീകരിച്ചു. പ്രസിദ്ധരായ 2 വിദഗ്ധർ തയ്യൽ വിലയിരുത്തി. അപ്പോൾ ഇത് പരീക്ഷിക്കാനായിട്ട് ഈ രണ്ടുപേരും വരച്ചത് എങ്ങനെയുണ്ട്, അതിന്റെ വില എത്രമാത്രമുണ്ട്, അത് മാർക്കിടാനായിട്ട് 2 വിദഗ്ധരായിട്ട് ആൾക്കാരെത്തി. അദിനി ദേവിയെ അവർ പ്രകീർത്തിച്ചു. അരാഗിനിയുടെ മുഖം മങ്ങി. അദിനി ദേവിയെ അവരെല്ലാവരും പ്രകീർത്തിച്ചു. നന്നായിട്ടുണ്ട് വരച്ച, വളരെ മനോഹരമായി വരച്ചിട്ടുണ്ട്. ജീവൻ തുടിക്കുന്ന, ജീവിച്ചിരിക്കുന്ന, അതായത് ചിത്രത്തിൽ കാണുന്ന ആളുകളും ഒരേപോലെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായിട്ടുണ്ട് എന്ന് അദിനി ദേവിയുടെ ചിത്രങ്ങളെ പറ്റി അവർ വിലയിരുത്തി. അതേസമയം അരാഗിനിയുടെ ചിത്രങ്ങൾ അത്ര പോരാ. അവൾ എല്ലാവരെയും പുലഭ്യം പറഞ്ഞു. പുലഭ്യം പറയാന്നാണെങ്കിൽ ദേഷ്യപ്പെട്ട് ദേഷ്യവാക്കുകൾ വിളിച്ചു പറഞ്ഞു. പുലഭ്യം പറയാൻ ദേഷ്യവാക്കുകൾ വിളിച്ചു പറയാൻ നമ്മൾ പുലഭ്യം പറയും. ഒരാളെ അവൾക്ക് ഇഷ്ടമായില്ല, അവരെയൊക്കെ ചീത്ത വിളിച്ചു. കോപിഷ്ഠയായ ദേവി അരാഗിനിയുടെ ചിത്രകബളം 100 കഷ്ണങ്ങളായി വലിച്ചു കീറി. വരച്ച ആ ചിത്രം വരച്ച അതായത് തുണി വലിച്ചു കീറി 100 കഷ്ണങ്ങളായിട്ട്, ചിത്രം വരച്ച മുഴുവൻ വലിച്ചു കീറി 100 കഷ്ണങ്ങളാക്കിയിട്ട് വലിച്ചു കീറിക്കളഞ്ഞു. ആരാ കീറിക്കളഞ്ഞത്? ദേവി. ഏത് ദേവിയാന്ന് പറയുന്നത്? അദിനി ദേവി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അരാഗിനിയെ അവർ തടഞ്ഞു നിർത്തി. അപ്പൊ വലിച്ചു കീറിയപ്പോൾ ദേവി കോപത്തിലാണ്. അപ്പൊ അരാഗിനിക്ക് പേടിയായി. അവൾ ഓടി രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ അവിടെ തടഞ്ഞു നിർത്തി. അവളുടെ പാറിപ്പറന്ന തലമുടി പട്ടുനൂൽക്കളായി. അവളെ പാറിപ്പറന്ന തലമുടിയാണ് ഏതായിട്ട്? പട്ടുനൂൽക്കളായി. കൈവിരലുകൾ നീണ്ട 8 കാലുകളാക്കി. അവളുടെ കൈവിരലുകളെ 8 കാലുകളാക്കി. മുടിയെ പട്ടുനൂൽക്കളാക്കി. അങ്ങനെ 8 കാലും
പട്ടുനൂൽ പെട്ടിയുമുള്ള ഒരു ചിലന്തിയായി അവൾ രൂപാന്തരപ്പെട്ടു. അങ്ങനെ 8 കാലും പട്ടുനൂൽ പെട്ടിയുമുള്ള ഒരു ചിലന്തിയായി അവൾ രൂപപ്പെട്ടു. ചിത്രതയ്യലിന്റെ ഒത്ത നടുക്ക് സ്വന്തം രൂപം പ്രതിഷ്ഠിച്ചു കഴിയുന്ന ഒരു വിഷജീവിയായി ജീവിക്കുക. അഗ്നിദേവി അരാഗിനിയെ ശപിച്ചു. എന്ത് ശാപമാണ് അവൾക്ക് കൊടുത്തത്? ചിത്രത്തയ്യലിന്റെ ഒത്ത നടുക്ക് സ്വന്തം രൂപം പ്രതിഷ്ഠിച്ചു കഴിയുന്ന ഒരു വിഷജീവിയായി ജീവിക്കുക. ഇപ്പോൾ ചിലന്തി കണ്ടിട്ടില്ലേ? നടുക്ക് ചിലന്തി, ചുറ്റും വലകളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ നടുക്ക് സ്വന്തം രൂപവും ചുറ്റും എന്ത് ചെയ്യണത്? സ്വന്തം രൂപം നടുക്ക് പ്രതിഷ്ഠിച്ചു കൊണ്ട് കഴിയുന്ന ഒരു വിഷജീവിയായിട്ട്, ചിലന്തിക്ക് വിഷമുണ്ട് കേട്ടോ, ചിലന്തിക്ക് വിഷമുണ്ട്, ആ വിഷജീവിയായിട്ട് ജീവിക്കുക. അഗ്നിദേവി അരാഗിനിയെ ശപിച്ചു. അരാഗിനിയുടെ സന്തതി പരമ്പരകളാണ്, അരാഗിനിക്ക് ശേഷമുണ്ടായ അവരുടെ പരമ്പരകളാണ് നമ്മൾ ഇന്ന് കാണുന്ന 8 കാലികൾ എന്ന് ഗ്രീക്ക് പുരാണം പറയുന്നു. സന്തതി പരമ്പര എന്ന അതിനുശേഷമുണ്ടായ, സന്തതി എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ് അർത്ഥം. അരാഗിനിക്ക് ശേഷമുണ്ടായ മക്കളും അവരുടെ മക്കളും അങ്ങനെയുള്ള സന്തതി പരമ്പര തുടർച്ചയായിട്ടുള്ളവയാണ് ഇന്ന് നമ്മൾ കാണുന്ന 8 കാലികൾ എന്ന് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നുണ്ട്. അരാഗിനി തൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ഫലമാണിത്. അപ്പം അഹങ്കാരം പാടില്ല. അപ്പോൾ ഒന്നിനോടായാലും തങ്ങളുടെ കഴിവിൽ നമുക്ക് കഴിവുണ്ട് വെച്ചാലും അതിനെ ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കരിക്കുമ്പോൾ അതിന് ദോഷഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല അർത്ഥത്തിൽ ആരും നമ്മളെ ബഹുമാനിക്കുകയോ മാനിക്കുകയോ ചെയ്യില്ല. അപ്പം അഹങ്കാരമില്ലാത്ത നല്ല കുട്ടികളായി വളരണം എന്ന് പറയുന്നതായിരുന്നു, എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു നമ്മളുടെ ഈ പാഠഭാഗം. അതായത് ആദ്യത്തെ ചിലന്തി എന്ന് പറയുന്ന കഥയിലൂടെ നിങ്ങൾക്ക് അഹങ്കാരം പാടില്ല, നല്ല കുട്ടികളായി നിങ്ങൾ വളരണം എന്നൊരു ഉദാഹരണമാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെസ്റ്റ് നല്ലപോലെ വായിക്കണം, 5 പ്രാവശ്യമെങ്കിലും വായിക്കണം, നോട്ട്സ് എടുക്കുന്ന അതായത് എന്നാണോ ക്ലാസ് ഉള്ളത് അന്ന് തന്നെ നോട്ട് എഴുതിയെടുക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം. ടെസ്റ്റ് പേപ്പർ എഴുതണം, കോപ്പി ബുക്ക് എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.